പാലാ സീറ്റിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്ന പ്രഖ്യാപനം ആവർത്തിച്ച് റോഷി അഗസ്റ്റിൻ. റോഷിയുടെ നടപടിയിൽ അമർഷവുമായി ജോസ് കെ മാണിയും രംഗത്ത് വന്നു. ചെയർമാൻ മത്സരിക്കണമെന്നത് നേതാക്കളുടെ ആഗ്രഹമാണ്. റോഷിയും ആ ആഗ്രഹമാണ് പങ്കുവച്ചത്. പാർട്ടി തീരുമാനമല്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഞങ്ങളുടെ ചെയർമാൻ മത്സരിക്കും. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ അത് ലീഡർഷിപ്പിൽ തന്നെ ഉണ്ടാവും, മത്സരിക്കുമെന്ന് പറയുന്നതാണ് കോൺഫിഡൻസ്. അത് ഞങ്ങളുടെ ജനങ്ങളുടെ അംഗീകാരം. അത് ഞാൻ പറഞ്ഞല്ലോ, ഇനി പാർട്ടിക്ക് തീരുമാനം കൈക്കൊള്ളാമല്ലോ. കേരളത്തിലെ കേരള കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരെല്ലാം പാർട്ടിയുടെ ചെയർമാൻ മത്സരിക്കണമെന്നാണ് ആഗ്രഹം. ആ ആഗ്രഹമാണ് അദ്ദേഹം പറഞ്ഞത്. അത് പാലായി മത്സരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയിച്ചു. പക്ഷേ അതിനുശേഷം അദ്ദേഹം എന്താ പറഞ്ഞത് അത് പാർട്ടി തീരുമാനിക്കും. ജോസി ബാബു ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ജോസി, റോഷി അഗസ്റ്റിന്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ എങ്ങനെ കാണണം? ജോസ് കെ മാണിയുടെ ഈ മറുപടിക്ക് പിന്നിൽ എന്താണ്? എങ്ങനെ വിലയിരുത്തണം? ജീന, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മുന്നണിമാറ്റ അഭ്യൂഹങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ 2 അധികാര കേന്ദ്രങ്ങളുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരം വ്യാഖ്യാനങ്ങൾ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് ജോസ് കെ മാണിയെ തടയിടാൻ CPM നേതൃത്വത്തിൽ റോഷി അഗസ്റ്റിനെ ഉപയോഗിച്ചാണ് മുന്നണിമാറ്റ അഭ്യൂഹങ്ങൾക്ക് തടയിട്ടത്, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കിയതെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം നടന്ന മധ്യമേഖലാ ജാഥയിൽ പല ആവർത്തി ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്നുള്ള കാര്യം വാർത്താ സമ്മേളനത്തിനിടെ റോഷി അഗസ്റ്റിന് വ്യക്തമാക്കിയത്. അത് ജോസ് കെ മാണിയുടെ കൈകളിൽ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങിയായിരുന്നു റോഷി പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോസ് കെ മാണിക്ക് ചില അതൃപ്തിയുണ്ട്, അല്ലെങ്കിൽ ജോസ് കെ മാണി ഇത്തരത്തിൽ റോഷി അഭിപ്രായം പ്രകടിപ്പിച്ചതിനോട് അദ്ദേഹത്തിന് അത്തരത്തിൽ നല്ല അഭിപ്രായമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെയും പുറത്തു വന്നിരുന്നു. പക്ഷേ അക്കാര്യങ്ങളൊരു പരത്തിയുള്ളൊരു മറുപടിയാണ് ജോസ് കെ മാണി പറഞ്ഞത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത്. പാർട്ടി ചെയർമാൻ എന്ന നിലയിൽ താൻ മത്സരിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നേതാക്കൾക്ക് ആഗ്രഹമുണ്ട്. ആത്യന്തികമായ തീരുമാനം പാർട്ടിയാണ് എടുക്കുന്നതെന്ന് ജോസ് കെ മാണി പറഞ്ഞു വെക്കുമ്പോഴും ഇതിൽ നേരത്തെ മുതൽ പരമ്പരാഗതമായി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഉണ്ടായിരുന്നൊരു രീതി, കേരള കോൺഗ്രസ് മാണി വിഭാഗം അല്ലെങ്കിൽ കേരള കോൺഗ്രസുകൾ ഒരു പൊതു തീരുമാനമെടുക്കുന്നത് അത് അവരുടെ പാർട്ടി യോഗങ്ങളിൽ ചർച്ച ചെയ്ത് ഒരു കൂട്ടായ തീരുമാനം അവസാനം ചെയർമാൻ എന്ന നിലയിൽ ചെയർമാൻ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അതിനൊക്കെ വിഭിന്നമായി നേരെ മറിച്ച് ഈ റോഷി അഗസ്റ്റിന് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് കേരള കോൺഗ്രസിൽ 2 അധികാര കേന്ദ്രങ്ങളുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകാൻ കാരണമാവുകയും ചെയ്തു. ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് തന്നെ വീണ്ടും റോഷി അഗസ്റ്റിന് ആവർത്തിക്കുകയും അല്ലെങ്കിൽ അത് കോൺഫിഡൻസോടുകൂടി അത് പറഞ്ഞില്ലെങ്കിൽ അത് ജനങ്ങൾക്കും സാധാരണ അണികൾക്കും അത് തെറ്റിദ്ധാരണ പരത്തുമെന്നുള്ള വിശദീകരണവുമാണ് റോഷി അഗസ്റ്റിൻ പങ്കുവെക്കുന്നത്. എന്തായാലും ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ അത്തരത്തിൽ റോഷിയുടെ ഈ നടപടിയിൽ എതിർപ്പുള്ള ഒരു വലിയ വിഭാഗമുണ്ട്. റോഷി അതിരുകടന്ന് അഭിപ്രായങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ചെയർമാനെ മറികടന്ന് മറ്റൊരു അധികാര കേന്ദ്രമാകാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപവും വിമർശനവും ഒരു വിഭാഗം അണികൾക്കും നേതാക്കൾക്കുമുണ്ട്. നേരെ മറിച്ച് ഇത്തരത്തിൽ റോഷി അഗസ്റ്റിനെയും ജോസ് കെ മാണിയെയും ഭിന്നിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർക്കിടയിൽ ഭിന്നതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഒരു വിഭാഗം മാധ്യമങ്ങളും ചില കേന്ദ്രങ്ങളും നടത്തുന്ന ഇത്തരത്തിൽ ചർച്ചകളും പ്രചാരണങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടാകുന്നതും. അവർക്കിടയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പാലായിൽ മത്സരിക്കുന്നത് സംബന്ധിച്ചുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ല എന്നതാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. എന്തായാലും ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം മാണി സി കാപ്പനാണ് എതിരാളി എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ മൂന്നാമതൊരു സ്ഥാനാർത്ഥി അവിടെ BJP സ്ഥാനാർത്ഥിയായി പാലായിൽ ഷോൺ ജോർജ് മത്സരിക്കുമെന്നുള്ള അഭ്യൂഹമുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ജോസ് കെ മാണി മത്സരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അനുകൂല ഘടകമാണ്. നേരെ മറിച്ചും ഒരു BJPക്ക് അത്ര ശക്തനല്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് ഉള്ളതെങ്കിൽ അവിടെ ജോസ് കെ മാണിയുടെ കാര്യം ചില പരുങ്ങലിലാകുമെന്ന തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളുമൊക്കെ ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആത്മവിശ്വാസക്കുറവുണ്ടോ പാലായിൽ മത്സരിക്കാൻ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത്. അത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെ അതിനോട് കൂട്ടിവായിക്കേണ്ടതാണ്. എന്തായാലും ജോസ് കെ മാണി മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ പൊതുവായി പാർട്ടിയിലെ ഒരു പൊതുവികാരം അങ്ങനെയാണ്. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന ചർച്ച അതിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. കാരണം കേരള കോൺഗ്രസിലെ 2 അധികാര കേന്ദ്രങ്ങളുണ്ടോ, ജോസ് കെ മാണിയെ മറികടന്ന് റോഷി സ്കോർ ചെയ്യുകയാണോ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഇടപെടൽ റോഷി അഗസ്റ്റിൻ നടത്തുകയാണോ എന്നുള്ളൊരു വിമർശനവും പാർട്ടിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുണ്ട്. എന്തായാലും നേതാക്കൾ പരസ്യമായ ഇക്കാര്യത്തിൽ അഭിപ്രായം കടുപ്പിച്ച് പറയുന്നില്ല എങ്കിൽ കൂടിയും ജോസ് കെ മാണിയുടെ ഇന്നത്തെ പ്രതികരണത്തിൽ അദ്ദേഹത്തിന് ഇത്തരം റോഷിയുടെ പ്രതികരണങ്ങളിൽ ചില അതൃപ്തിയുണ്ട്, അല്ലെങ്കിൽ ചില താല്പര്യക്കുറവുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും തന്നെ വ്യക്തമാകുന്നതാണ്.